ഈ ഭൂഖണ്ഡത്തിലെ സർവമാന പർവ്വതങ്ങളുടെയും ചക്രവർത്തിയായി, ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും സേവിതനായി, പർവ്വതശ്രേഷ്ഠനായ ഹിമവാൻ തല ഉയർത്തി നിൽക്കുന്ന ഇടത്തുനിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. എല്ലാ പർവ്വതങ്ങളുടെയും ഐശ്വര്യങ്ങളും മഹിമകളും ആവാഹിച്ചുകൊണ്ട് ഹിമവാൻ പ്രകാശിച്ചു നിൽക്കുന്നു. ഈ ഹിമവാന്റെ കിരീടമായി വിശ്വവിഖ്യാതമായ കൈലാസമെന്ന വിശ്വശൈലം ആകാശത്തെ ചുംബിച്ചുകൊണ്ട് അതീവ വെണ്മയോടെ ഉയർന്നു നിൽക്കുന്നു. അപ്രകാരമായിരിക്കുന്ന കൈലാസത്തിൽ സകല ജീവജാലങ്ങളുടെയും പിതാവായ ശ്രീ പരമേശ്വരൻ അംബികാസമേതനായി ഭൂതഗണങ്ങളുടെ അകമ്പടിയോടെ വാഴുന്നു. ഭഗവാന്റെ ചെമ്പൻ നിറത്തിൽ ജടയോടു കൂടിയ പാറിക്കളിക്കുന്ന മുടിയിൽ സന്ധ്യാകാന്തിയിൽ മുഴുകിയ ചന്ദ്രക്കല തിളങ്ങി നിൽക്കുന്നു. ദേവന്മാരുടെയും അസുരന്മാരുടെയും നമസ്കാരങ്ങൾ സ്വീകരിച്ചു കൈലാസത്തിൽ വിരാജിക്കുന്ന ശിവഭഗവാൻ തന്റെ അരികിലേക്ക് വന്ന് ശ്രീപാർവതിയെ ചേർത്തു നിർത്തി ചോദിച്ചു, പ്രിയേ, ഭവതിയുടെ എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടിയത്? അപ്പോൾ ദേവി പറഞ്ഞു, എന്നിൽ അങ്ങ് പ്രസന്നനായിരിക്കുന്നുവെങ്കിൽ എനിക്കൊരു പുതിയ കഥ പറഞ്ഞു തന്നാലും. അത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്തിൽ നടക്കുന്ന ഏതു കഥ ആണ് ഭവതിക്കു അറിഞ്ഞുകൂടാത്തത്? ശ്രീപാർവതിക്ക് കഥ കേട്ടേ മതിവരൂ എന്ന വാശിയിൽ നിർബന്ധിതനായി പരമശിവൻ കഥ പറയുവാൻ ആരംഭിച്ചു.